പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ അടിയനെ ദൈവം കൃപ ചെയ്തെന്നോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലുള്ള ഓരോ മെസ്സേജും നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയനെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവിലൂടെ അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനും കർത്താവെ, വചനപ്രകാരം അവർ കർത്താവെ ആയിത്തീരുവാൻ അപ്പാ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനിലൂടെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? ഒരിക്കലും നിങ്ങൾക്ക് ഇനി ഒരു എഴുന്നേറ്റമില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണോ? എന്തു വന്നാലും ഒരു നന്മ പ്രാപിക്കുകയില്ല, ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയില്ല എന്നുള്ള വിഷയത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി നമ്മുടെ വിഷയങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിലൂടെ നമുക്ക് അസാധ്യമെന്ന്, നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളെ സാധ്യമാക്കി തരുവാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിലൂടെ മാത്രമേ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുകയുള്ളൂ. മതത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, ദേശത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത്, ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ചെയ്യുവാൻ കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് ചെയ്യുവാൻ കഴിയാത്തത് എല്ലാം ഹാൻഡിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ആ ദൈവത്തിലൂടെ നമുക്ക് ഏത് കാര്യവും സാധ്യമാക്കി തീരുകയത്രേ ചെയ്യുന്നത്. എല്ലാവരാലും കൈവിട്ട് പോയ ഏത് വ്യക്തി ജീവിതമാകട്ടെ, ഏതും നമ്മുടെ കൈവിട്ട് പോയി എന്ന് നാം ചിന്തിക്കുന്ന കാര്യമാകട്ടെ, യേശുവിലാൽ സാധ്യമാകും. യേശുവിനെ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുവിലൂടെ പ്രവർത്തിക്കുന്നതായ ഒരു വിശ്വാസമുണ്ട്. യേശുവിലൂടെ പ്രവർത്തിക്കുന്നതായ ഒരു വിശ്വാസം. നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരാ, പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കണം. ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കണം. അതിന് നമുക്ക് ബൈബിളിലേക്ക് കടന്നു പോകാം. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും 35-36 വാക്യങ്ങളും നമുക്ക് ഒന്ന് കേൾക്കാം. പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട്, അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഇനി 35-36 വാക്യങ്ങൾ കേൾക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്നു പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ 2 രീതിയിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ, 2 രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെയാണ് കാണിക്കുന്നത്. ആ രക്തസ്രാവകാരിയായ സ്ത്രീയെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, സകലതും അവൾക്ക് നഷ്ടമായി. വൈദ്യന്മാർ അവളെ ഉപേക്ഷിച്ചു, അവളുടെ വസ്തുവകകളെല്ലാം അവൾക്ക് നഷ്ടമായി, അവൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ ജീവിതത്തിൽ
അവൾക്ക് ആരും സഹായമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോയത്. രക്തസ്രാവം എന്നാൽ ബ്ലീഡിംഗ് എന്ന രോഗമാണ്. പണ്ട് കാലങ്ങളിൽ ബ്ലീഡിംഗ് എന്ന രോഗം കടന്നു വരുമ്പോൾ ആ വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ അറുക്കപ്പെട്ടതായി, അവരുടെ മുമ്പിൽ അവൾ ബാധ ഉണ്ടായ വ്യക്തിയാണ്, അവൾ ദൈവകോപത്തിൽ അകപ്പെട്ട വ്യക്തിയാണെന്ന് കണ്ടിട്ട് കോട്ടയ്ക്ക് പുറത്താക്കും. അങ്ങനെ ആരാലും സഹായമില്ലാത്ത ഒരു വ്യക്തിയായി മാറി. വൈദ്യന്മാർക്ക് പോലും അവളെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ പോയി. ബ്ലഡ് അങ്ങനെ പോയി അവളുടെ ശരീരത്തിന് പോലും ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി. 12 വർഷം കൊണ്ട് ബ്ലീഡിങ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവള് ക്ഷീണിത അവസ്ഥയിലേക്ക് പോകുവാനിടയായി. അങ്ങനെ അവൾ അത്ര ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട്, അവളുടെ ഭർത്താവൊക്കെ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അവൾക്കുണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് അവൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുവാനായിട്ടെല്ലാം ചെയ്തിട്ടും അവൾക്ക് അതിലൊന്നും വിടുതൽ കിട്ടിയില്ല. പക്ഷേ യേശു വരുന്ന വാർത്ത അവൾ കേട്ടു. യേശു വരുന്ന വാർത്ത അവൾ കേട്ടു. ആ കേട്ടപ്പോൾ അവൾ വിശ്വസിച്ചു. ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആരും കാണാതെ ചെന്ന് തൊടും, അപ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. എന്നിട്ട് അവൾ ആ പ്രവൃത്തി അവിടെ ചെയ്യുവാനിടയായി. വിശ്വസിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ വിശ്വാസം അവിടെ പ്രവർത്തിക്കുകയില്ല. പക്ഷേ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ നാം വിശ്വസിച്ചിട്ട് നാം ആ വിശ്വസിക്കുന്ന കാര്യം എന്ത് ചെയ്താൽ വിടുതൽ ലഭിക്കും, എന്ത് ചെയ്താൽ ആ നന്മ ലഭിക്കും, എന്ത് ചെയ്താൽ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ, നമ്മോട് എങ്ങനെ നമുക്ക് ഇടപെടുന്നുവോ ആ രീതിയിൽ നാം ഇറങ്ങി പ്രവർത്തിക്കണം. അവൾ ഉള്ളിൽ വിശ്വസിച്ചു, ഞാൻ തൊട്ടാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആരും അറിയാതെ പുറകിലൂടെ ചെന്ന് ഒന്ന് തൊട്ടാൽ ഞാൻ വിടുതൽ പ്രാപിക്കും എന്ന് അവൾ വിശ്വസിച്ചിട്ട് ആരും കാണാതെ അവൾ കടന്നു ചെന്ന് അവൾ യേശുവിൻ്റെ പുറകിൽ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാനിടയായി. ആ പ്രവൃത്തി അവിടെ ചെയ്തപ്പോഴാണ് അവൾക്ക് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് ആ രക്തസ്രാവം അവളിൽ നിന്ന് വിട്ടുപോയത്. അവൾക്ക് സ്വയം അത് ഫീൽ ചെയ്യുവാനിടയായി. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ശാരീരികമായി ഉണ്ടായിരുന്ന ആ ക്ഷീണത്തിൻ്റെ അവസ്ഥ, ശാരീരികമായി ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങളെല്ലാം തക്ക സമയം യേശുവിനെ തൊട്ടതായ സമയത്ത് അത് വിട്ടുമാറുവാനിടയായി. നമുക്ക് തന്നെ നമ്മുടെ രോഗം മാറുമ്പോൾ നമുക്ക് അനുഭവിക്കുകയില്ലേ, നമുക്കതിൽ നിന്ന് റിലീഫ് കിട്ടിയെന്ന്, നമുക്ക് റിലീഫ് കിട്ടിയെന്ന്. അതുപോലെ അവൾക്ക് വളരെ ഒരു ചേഞ്ച് അവളുടെ ശരീരത്തിന്മേൽ അനുഭവിക്കുവാനിടയായി. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ രോഗം, അവളെ ബാധിച്ചതായ ആ ബാധ അവളെ വിട്ടുപോയി എന്ന് അവൾ വിശ്വസിക്കുവാനിടയായി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. സംശയിക്കാതെ വിശ്വാസം പ്രവൃത്തിയും ഒത്തുപോകും, വിശ്വാസവും പ്രവൃത്തിയും ഒത്തുപോകും. പക്ഷേ വിശ്വാസവും സംശയവും ഒത്തുപോകുകയില്ല. വിശ്വാസവും സംശയവും ഒത്തുപോകുകയില്ല. സംശയിക്കാതെ വിശ്വസിക്കണം, സംശയിക്കാതെ. ഫെയ്ത്ത് ഡൗട്ട് ഒരുമിച്ച് പോകത്തില്ല, ഫെയ്ത്തും ഡൗട്ടും ഒരുമിച്ച് പോകത്തില്ല. പക്ഷേ ഫെയ്ത്തും ആക്ഷനും ഒരുമിച്ച് പോകും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നാം പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതായ കാര്യം നടക്കുവാൻ ഇടയാവുകയുള്ളൂ. 35-ാം വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? അവിടെയും ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ സംശയിക്കുവാനുള്ള ഒരു കാര്യം അവിടെ കടന്നു വന്നു. പള്ളിപ്രമാണി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വന്നു. പക്ഷെ യേശുവിൻ്റെ അടുത്തെത്തുന്നതിന് മുന്നേ മരണവാർത്ത അവരുടെ ഭവനത്തിൽ നിന്ന് ദാസന്മാർ കടന്നു വന്ന് ആ പള്ളിപ്രമാണിയോട് പറയുവാനിടയായി. അപ്പോൾ അവിടെ സംശയിക്കുവാനിടയായി. സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു വാർത്ത കേട്ടു.
നാം വിശ്വസിച്ചു, പള്ളിപ്രമാണി വിശ്വസിച്ചു. യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ മകൾ രോഗാവസ്ഥയിലാണ്, നിനക്ക് മാത്രമേ എൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും സാധിക്കുകയില്ല. എൻ്റെ പാരമ്പര്യമോ എൻ്റെ മതത്തിൻ്റെ രീതിയിലുള്ള ഒരു പാരമ്പര്യത്തിനോ മനുഷ്യർക്കോ വൈദ്യനോ ഒന്നും എൻ്റെ മകളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പള്ളിപ്രമാണി വിശ്വസിച്ചിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ പള്ളിപ്രമാണിയുടെ ഉള്ളിൽ ആ സംശയത്തെ കൊണ്ടിടുവാൻ ഇടയായി. അതെ, നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്ന കാര്യം നടക്കില്ല എന്നുള്ള സംശയത്തെ കൊണ്ടിടുവാൻ പിശാച് തന്ത്രത്തെ മെനയും. അങ്ങനെ പിശാച് മെനയുന്ന ആ തന്ത്രത്തെ മനസ്സിലാക്കി അതിനെ ജയമെടുക്കണം. സംശയം കൊണ്ടിടുന്നത് പിശാചത്രേ. സംശയം പിശാചിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ പറഞ്ഞ വാക്ക്, പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് ദാസന്മാർ കടന്നു വന്ന് പറഞ്ഞതായ ആ വാക്ക് യേശു കർത്താവ് കേട്ടിട്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, സംശയിക്കണ്ട, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. നാം വിശ്വസിക്കുന്ന കാര്യം നമുക്ക് ദൈവം ചെയ്തു തരുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. സംശയിക്കാതെ വിശ്വസിക്കണം. അങ്ങനെ സംശയിക്കാതെ വിശ്വസിച്ചാൽ തീർച്ചയായും ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ ഇടയായി തീരും. ആ സംശയിക്കാതെ വിശ്വസിച്ചപ്പോൾ യേശു കർത്താവ് എന്തു ചെയ്തു? അവിടെ ഒരു സംശയത്തിൻ്റെ കണിക കൊണ്ടിട്ടെങ്കിലും യേശു കർത്താവ് ഉടനെ തന്നെ ആ സംശയത്തിൻ്റെ വിത്ത് ആ പള്ളിപ്രമാണിയുടെ ഉള്ളിലേക്ക് വരാതെ കാത്തിട്ട് യേശു കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ആ ശബ്ദം, യേശു കർത്താവിൻ്റെ ആ ശബ്ദം യായിറോസ് കേട്ടിട്ട് ആ ശബ്ദത്തെ ഏറ്റെടുത്തപ്പോൾ എന്തു സംഭവിച്ചു? അവൻ്റെ മകളുടെ ജീവൻ തിരിച്ചു ലഭിക്കുവാനും പൂർണ്ണ സൗഖ്യത്തോടെ ആയിത്തീരുവാനും ഇടയായി. അപ്പോൾ ഈ വാക്യങ്ങളിൽ നാം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം മടിക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പലരും നമ്മളുടെ ഉള്ളിൽ സംശയങ്ങൾ കൊണ്ടിടുവാൻ ഇടയായിത്തീരും. പല 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 സംശയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടിടുവാൻ ഇടയായിത്തീരും. അനേകം വ്യക്തി ജീവിതങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് പല ദൂതുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ വാഗ്ദത്തങ്ങളെ, ആ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ വിശ്വസിച്ചതായ, എനിക്കത് സംഭവിക്കും, എനിക്ക് ലഭിക്കും എന്ന് വിശ്വസിച്ച കാര്യങ്ങളെ, സാഹചര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അതിനെ സംശയദൃഷ്ടിയോടെ കാണുവാനിടയാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ സംശയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പിശാച് കൊണ്ടിട്ട ആ വിത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായി തടസ്സങ്ങൾ കടന്നു വരുന്നത്, അതിന് കാലദൈർഘ്യങ്ങൾ കടന്നു വരുന്നത്. അത് വരാതെ ഇരിക്കണമെങ്കിൽ സംശയത്തിൻ്റെ വിത്ത് ചിലപ്പോൾ മനുഷ്യരിലൂടെ കടന്നു വരും, ചിലപ്പോൾ സാഹചര്യത്തിലൂടെ കടന്നു വരും, ചിലപ്പോൾ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ തോന്നുവാനിടയാകും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ, എൻ്റെ കർത്താവാണ് എന്നോട് സംസാരിച്ചത്, എൻ്റെ അപ്പനാണ് എന്നോട് സംസാരിച്ചത്, യേശു പറഞ്ഞാൽ പറഞ്ഞതാണെന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും വിശ്വാസത്തോടുകൂടി നാം ഏത് കാര്യമാണോ ആ കാര്യത്തിനുള്ള സ്റ്റെപ്പ് നാം മുന്നോട്ട് വച്ച് നമ്മുടെ ജീവിതത്തിൽ ആ വിഷയം നടക്കുമെന്ന് നാം ഇങ്ങനെ ഇറങ്ങിയാൽ ദൈവം ഞങ്ങളെ വഴി നടത്തും, ആ പ്രവൃത്തി അവിടെ നടക്കും എന്നുള്ള വിശ്വാസം നാം കൈവിടാതെ ഇരുന്നാൽ തീർച്ചയായും അവിടെ പ്രവൃത്തി നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ വിടുതൽ വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുമൂലം
ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അസാധ്യമായി നമുക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന പ്രവൃത്തികളെ, നമുക്ക് സാധിക്കില്ല എന്ന് നമ്മെ നോക്കി പറയുന്ന ഓരോ പ്രവൃത്തികളെയും, നമുക്ക് സാധ്യമല്ല, ഇനി നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, നമ്മുടെ കൈവിട്ട് പോയി എന്ന് ചിന്തിക്കുന്നതായ ആ വിഷയങ്ങളുടെ മേൽ യേശു കർത്താവ് വിടുതൽ നൽകുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തോടുകൂടി ആ പ്രവൃത്തിക്കായി നാം ഇറങ്ങുകയാണെങ്കിൽ, വിശ്വാസത്തോടുകൂടി ആ പ്രവൃത്തിക്ക് ഇറങ്ങുകയാണെങ്കിൽ, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രവൃത്തിക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ വലിയ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടുകൂടി ആ പ്രവർത്തിച്ചതുപോലെ നാം പ്രവർത്തിക്കുന്നതായ വിശ്വാസത്തെ നാം ചെയ്യുകയാണെങ്കിൽ, നാം വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും ചെയ്യണം. ഇന്നത് ചെയ്താൽ എനിക്ക് ലഭിക്കും, എൻ്റെ യേശുവപ്പൻ എനിക്ക് തരും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളും, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനും ഇടയായി തീരും. പ്രവർത്തിക്കുന്ന വിശ്വാസം ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നു വരണം. സംശയിക്കാതെ പ്രവർത്തിക്കുന്ന വിശ്വാസം ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നു വരണം. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഓരോ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ക്രിയ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം ആരംഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ, ഇത്രത്തോളം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതായ ആ വിശ്വാസത്തെക്കുറിച്ച് കർത്താവേ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഓ ഹല്ലേലൂയ, ഈ കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ കർത്താവേ അങ്ങ് ക്രിയ ചെയ്യുവാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവമാകയാൽ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അവർ വിശ്വസിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള കർത്താവെ കൃപ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ തന്നെ കർത്താവെ, ഓ ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഈ വചനം കേട്ടത് കർത്താവെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ചേഞ്ചിന്, വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം അപ്പൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, രക്തസ്രാവകാരി ആയ സ്ത്രീ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചതുപോലെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, സംശയിക്കാതെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തതുപോലെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, വിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങൾക്കും സ്റ്റെപ്പ് വയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തിന്റെ ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഉള്ളിൽ അങ്ങ് കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, കേൾവിക്കാരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുപ്പ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം, യേശുവിൻ നാം തന്നെ. ആമേൻ, ആമേൻ. ഈ വചന ശുശ്രൂഷ ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും ഒക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുവാനും അതിലൂടെ നിങ്ങളും ദൈവവേലയിൽ പങ്കുവയ്ക്കുവാനും ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത വചന ശുശ്രൂഷയിൽ വീണ്ടും നമുക്ക് കാണാം. ആമേൻ.